അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലായും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലെയും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ ഇന്ന് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതും. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന തിരുവനന്തപുരത്ത് പട്ടത്ത് സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് സുനുഷ ഏലൂരും കൊച്ചി SRV സ്കൂളിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജും ചേരുന്നു. ആദ്യം അഞ്ജലിയിലേക്ക് പോകാം. അഞ്ജലി SRVയിലാണ് ഉള്ളത്. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ് അഞ്ജലി. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയ ദിവസവും സമയമൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ അതേ ടെൻഷനിലും അതേ ഇതിലുമാണോ ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമാണ് ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ വലിയ ടെൻഷനിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്ന് മലയാളം പരീക്ഷയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 32,993 വിദ്യാർത്ഥികളാണ് ഇന്ന് SSLC പരീക്ഷ എഴുതുന്നത്. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷയുണ്ട്. 35,080 കുട്ടികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. ഈ SRV സ്കൂളിലേക്ക് വരുമ്പോൾ ഇവിടെ 32 കുട്ടികളാണ് SSLC എക്സാം എഴുതുന്നത്. അതിൽ 6 പെൺകുട്ടികളുണ്ട്. ഈ 6 പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ഇത്തവണയാണ് ആദ്യമായിട്ട്, ഇത് ബോയ്സ് സ്കൂളായിരുന്നു, ഇത്തവണ ഗേൾസ് 6 പേര് ഇവിടെ ജോയിൻ ചെയ്തു. ഇപ്പം പരീക്ഷയ്ക്ക് നേരത്തെ എത്തിയ കുറച്ച് പഠിപ്പിച്ച കുട്ടികളുണ്ട്. എങ്ങനെയുണ്ട്? എക്സാമിനൊക്കെ പഠിച്ചോ? പഠിച്ച്. ഇന്ന് മലയാളം എക്സാമാണ്. അപ്പോൾ ഈസി ആയിരിക്കുമോ? ഈസിയാണ്. ഇപ്പോൾ ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? പിന്നെ നല്ല ടെൻഷൻ. നല്ല ടെൻഷൻ ഉണ്ട്? ഇല്ല ഇല്ല, കൂളാണ്. കൂളാണ് എക്സാം. എല്ലാ എക്സാമും കൂളായിട്ട് ഇരുന്നത്. ആർക്കും ഇല്ല, വേറെ ആർക്കും ടെൻഷൻ ഇല്ലാത്ത? കുറച്ചുണ്ട്. എനിക്കുണ്ട് ടെൻഷൻ. ഏറ്റവും ടഫ് എക്സാം ഏതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക്? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ്. അപ്പോൾ മാത്സ് ഒന്നും ടഫ് അല്ലേ ഇപ്പോൾ? മാത്സ് ടഫൊക്കെയാണ്, എന്നാലും കൂടുതൽ ടഫ് സോഷ്യൽ. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കൂടുതൽ ഇവർക്ക് ടഫ് സോഷ്യൽ സയൻസ് ആണെന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്സും കെമിസ്ട്രിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റ് ഈസി ആണെന്നാ തോന്നുന്നത്? ഈസിയാണ്. ഓക്കെ, ഇവരൊക്കെ നല്ല പഠിപ്പിച്ച കുട്ടികളാണ്. ഇപ്പം ഇവരുടെ HM ഉണ്ട്, സീമ ടീച്ചർ. HM എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ എന്താ പറയുന്നത്? കുട്ടികൾ നല്ല കുട്ടികളാണ്. അവർ മാക്സിമം അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് പേർക്കൊക്കെ ടെൻഷനുണ്ട്. പൊതുവേ ടെൻഷൻ ഫ്രീ ആണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു തലമുറയെ സംബന്ധിച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇവർ എല്ലാവരും പാസ്സാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അധ്യാപകർക്കാണോ കൂടുതൽ ടെൻഷൻ ഉള്ളത്? അധ്യാപകർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ജയിക്കണമല്ലോ, ജയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ. അപ്പോൾ അവർ മാക്സിമം അവരുടെ എല്ലാ ദിവസവും നമ്മൾ SSLC ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരങ്ങൾ കൂടുതൽ സമയം, സമയമൊക്കെ 9:15 ആക്കിയിട്ടുണ്ട്. 9:15 മുതൽ 11:15 വരെയാണ്. അതെ അരുൺ സാർ, പരീക്ഷ തുടങ്ങാൻ 9:15 തന്നെ ആദ്യത്തെ ബെല്ലടിക്കും. അതായത് 9:15 തന്നെ സ്കൂളിൽ കുട്ടികൾ എത്തിച്ചേരും അല്ലേ? ഒരു പരീക്ഷ ഹാളിലേക്ക് കടക്കുന്ന സമയമാണ് 9:15. അപ്പോൾ 9:30 പരീക്ഷ തുടങ്ങും. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 9:45 അവരെഴുതി തുടങ്ങുന്നു. പിന്നെ 11:15 പരീക്ഷ അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ട് നിൽക്കും. നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ തന്നെ പുസ്തകമൊക്കെ എടുത്ത് നേരത്തെ എത്തി കൂട്ടുകാരായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് കാണാനുള്ളത്. പിന്നെ ടീച്ചർ പറയുന്നത് ഇപ്പം പഴയതുപോലെ, അതായത് കുട്ടികൾക്ക് അത്ര ടെൻഷൻ ഇല്ല എന്നതാണ്. പക്ഷേ അധ്യാപകർക്ക് നല്ല ടെൻഷൻ ഉണ്ട് അരുൺകുമാർ. അതെ, ടെൻഷനൊന്നും വേണ്ട, കാര്യമില്ലാതെ കുട്ടികളോട് പറഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ, പരീക്ഷയൊക്കെ എഴുതി. അഞ്ജലിക്ക് കണക്കൊക്കെ പാടായിട്ടും അഞ്ജലി ഇവിടെ മൈക്കൊക്കെ പിടിച്ച് നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. കണക്ക് പരീക്ഷ എഴുതുമ്പോൾ ശരിക്കും ടെൻഷനായിരുന്നോ അഞ്ജലി? അതെ അരുൺകുമാർ, കണക്ക് പരീക്ഷ എഴുതുമ്പം ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ടഫായിട്ട് തോന്നിയത് ഈ കെമിസ്ട്രി ആയിരുന്നു. കാരണം ഈ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട്. അതെ, എങ്ങനെയാണ് ഈ ആറ്റങ്ങൾ ഇങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. താങ്ക് യു അഞ്ജലിയാണ് വിവരങ്ങൾ നൽകിയത്.